കൊച്ചി പോളിടെക്നിക്കിൽ നിന്ന് ഈ കഞ്ചാവ് ശേഖരം കണ്ടെത്തിയ സംഭവത്തിലേക്കാണ്. പോളിടെക്നിക് കോളേജ് ഹൗസിൽ നിന്ന് 2 കിലോ കഞ്ചാവാണ് പിടികൂടിയത്. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ആലപ്പുഴ സ്വദേശിയായ ആദിത്യനെയും കൊല്ലം സ്വദേശികളായ ആകാശ്, അഭിരാജ് ഈ വിദ്യാർത്ഥികളെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. ഹോസ്റ്റലിൽ ലഹരിക്കായി പണപ്പിരിവ് നടത്തിയെന്നും വിദ്യാർത്ഥികൾ പറഞ്ഞു. 250 മുതൽ 500 രൂപ വരെയാണ് പിരിച്ചത്. ഇക്കാര്യം ചിലർ രഹസ്യമായി പോലീസിനെ അറിയിച്ചിരുന്നു. ഈ സംഭവത്തിൽ പിടിയിലായ അഭിരാജ് SFI യൂണിയൻ ജനറൽ സെക്രട്ടറിയുമാണ്. പോലീസ് ഈ ഹോസ്റ്റലിൽ കയറി അവിടെ തിരച്ചിൽ നടത്തുന്ന ദൃശ്യങ്ങൾ അടക്കം ന്യൂസ് മലയാളത്തിന് ലഭ്യമായിട്ടുണ്ട്. ആ ദൃശ്യങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയാണ്. ഈ സംഭവവുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങളുമായി ആസിഫ് മുഹമ്മദും ഒപ്പം സഹിൻ ആന്റണിയുമാണ് നമുക്കൊപ്പം ചേരുന്നത്. ആദ്യം ആസിഫിലേക്ക്. ആസിഫ്, പോലീസിന്റെ മിന്നൽ പരിശോധന, ആ പരിശോധനയ്ക്ക് പിന്നാലെ 2 കിലോയോളം കഞ്ചാവ് കണ്ടെത്തുന്നു. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഈ പ്രിൻസിപ്പലിന്റെ അടക്കം പ്രതികരണങ്ങൾ ലഭ്യമാണ്, കോളേജ് വാർഡന്റെയോ പ്രിൻസിപ്പലിന്റെയോ. കാരണം ഈ പോലീസ് അവരെ ഫോളോ ചെയ്ത് രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയാണ്. അപ്പോൾ അതിനർത്ഥം നേരത്തെയും ഒരുപക്ഷെ ഈ ഹോസ്റ്റൽ കേന്ദ്രീകരിച്ച് അവിടെ ലഹരി വിൽപ്പനയോ അല്ലെങ്കിൽ ലഹരി കൈമാറ്റമോ ഒക്കെ നടന്നിട്ടുണ്ടാകാം. അങ്ങനത്തെ ഹിസ്റ്ററികൾ ഒരുപക്ഷെ ഈ ഹോസ്റ്റൽ കേന്ദ്രീകരിച്ചുണ്ടാകാം. അങ്ങനെ എന്തെങ്കിലും വിവരങ്ങൾ കൂടി ഈ ഒരു സാഹചര്യത്തിൽ പുറത്തു വരുന്നുണ്ടോ? ഇതുമായി ബന്ധപ്പെട്ട് കളമശ്ശേരി പോളിടെക്നിക്കിൻ്റെ ഔദ്യോഗികമായ ഒരു പ്രതികരണം വന്നിട്ടില്ല. ഒരു 10 മണിയോടുകൂടി അല്ലെങ്കിൽ 9:30 ശേഷം പ്രതികരിക്കാമെന്നുള്ള കാര്യമാണ് ഇപ്പോൾ കോളേജ് പ്രിൻസിപ്പൽ അടക്കമുള്ളവർ അറിയിച്ചിട്ടുള്ളത്. ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട് നമുക്ക് പറയാനുള്ളത്, ഇന്നലെ രാത്രിയിലാണ് ഇത്തരത്തിൽ പോലീസിൻ്റെ ഒരു മിന്നൽ പരിശോധന കളമശ്ശേരി ഗവൺമെൻറ് പോളിടെക്നിക്കിൻ്റെ പുരുഷ ഹോസ്റ്റലിലേക്ക് ഉണ്ടാകുന്നത്, ആൺകുട്ടികൾ താമസിക്കുന്ന ഹോസ്റ്റലിലേക്ക് ഉണ്ടാകുന്നത്. ആ സമയത്ത് പെരിയാർ മെൻസ് ഹോസ്റ്റലിലെ 33-11 റൂമുകളിൽ നിന്നാണ് വലിയ രീതിയിലുള്ള കഞ്ചാവ് പിടികൂടിയത്. 3 പേരാണ് ഈ കഞ്ചാവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ അറസ്റ്റിലാക്കുകയും ചെയ്തിട്ടുള്ളത്. 3ാം വർഷ ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥി അഭിരാജ്, അതുപോലെ തന്നെ ആദിത്യൻ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥി 3ാം വർഷം. ഈ അഭിരാജ് എന്ന് പറയുന്ന ആൾ യൂണിയൻ ജനറൽ സെക്രട്ടറിയാണ്, SFIയുടെ പ്രവർത്തകനാണ്. ഇതുമായി ബന്ധപ്പെട്ട അഭിരാജ് അടക്കമുള്ള കാര്യങ്ങൾ ആളുകൾ പറയുന്ന ഒരു കാര്യം, SFIയുടെ യൂണിറ്റ് സമ്മേളനം നടക്കാനിരിക്കുകയായിരുന്നു. ഈ പോലീസ് വരുന്ന സമയത്ത് തങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട കൊടിതോരണങ്ങൾ ക്യാമ്പസിൽ കെട്ടുന്ന തിരക്കിലായിരുന്നു. ആ സമയത്താണ് പോലീസ് എത്തുകയും ഇതുമായി ബന്ധപ്പെട്ട് പിന്നീട് പരിശോധനകൾ ഹോസ്റ്റലിൽ നടക്കുകയും ചെയ്തത്. തങ്ങളുടെ റൂമിൽ നിന്ന് ഈ കഞ്ചാവ് പിടിച്ചെടുത്തെങ്കിൽ പോലും അതിൽ തങ്ങൾക്ക് യാതൊരു ഉത്തരവാദിത്വമില്ല, മറ്റാരോ ഇത്തരത്തിൽ കരുതിക്കൂട്ടി റൂമിൽ വെച്ചതോ മറ്റോ ആകാമെന്നുള്ളൊരു വിശദീകരണമാണ് അഭിരാജ് അടക്കമുള്ളവർ നൽകുന്നത്. അഭിരാജിൻ്റെ റൂമിൽ നിന്ന് ചെറിയ അളവ് കഞ്ചാവാണ് പിടികൂടിയത്. പക്ഷേ കൂടുതൽ കഞ്ചാവ് പിടികൂടിയത് ആകാശിൻ്റെ റൂമിൽ നിന്നാണ്. ആകാശിൻ്റെ റൂമിൽ നിന്ന് 1 കിലോയിലധികം കഞ്ചാവ്, കറക്റ്റ് കണക്ക് പറയുകയാണെങ്കിൽ 1 കിലോ 909 കിലോഗ്രാം കഞ്ചാവ്, 1 കിലോ 909 ഗ്രാം കഞ്ചാവാണ് ഇത്തരത്തിൽ ആദിത്യൻ്റെ മുറിയിൽ നിന്ന്, ആകാശിൻ്റെ മുറിയിൽ നിന്ന് പിടികൂടിയത്. അത് കൃത്യമായി വിൽപ്പന ലക്ഷ്യം വെച്ചുകൊണ്ട് തന്നെ സൂക്ഷിച്ച കഞ്ചാവാണ് എന്നുള്ള കാര്യം നമുക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയും. അതായത് ഈ മൊത്ത വ്യാപാരികളിൽ നിന്ന് വാങ്ങുന്ന കഞ്ചാവ്, മൊത്ത വ്യാപാരം നടത്തുന്ന ആളുകളുടെ കയ്യിൽ നിന്ന് വാങ്ങുന്ന അതേ ബണ്ടിലിൽ സൂക്ഷിച്ച നിലയിലായിരുന്നു ഈ കഞ്ചാവ് ഉണ്ടായിരുന്നത്. അതിൽ നിന്ന് വളരെ കുറവ് കഞ്ചാവ് മാത്രമാണ് പുറത്തെടുത്തിട്ടുണ്ടായിരുന്നത്. അത് ഈ വിദ്യാർത്ഥികൾക്ക് അടക്കമുള്ളവർക്ക് 250 മുതൽ 500 രൂപ വരെ ഈടാക്കി ഈ കഞ്ചാവ് വിൽപ്പന നടത്താനായിരുന്നു ലക്ഷ്യം വെച്ചത് എന്നാണ് ഇപ്പോൾ പോലീസിന് ലഭിക്കുന്ന വിവരം. ആ ഒരു പണപ്പിരിവിൻ്റെ കൂടിയൊക്കെ അടിസ്ഥാനത്തിൽ ലഭിച്ച വിവരത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള പരിശോധനയിലേക്ക് കാര്യങ്ങൾ എത്തുകയും ചെയ്യുന്നത്. എന്തായാലും ക്യാമ്പസിൻ്റെ ഉള്ളിൽ നിന്ന്, ഇത്തരത്തിൽ കോളേജ് ഹോസ്റ്റലിൻ്റെ ഉള്ളിൽ നിന്ന് വലിയ രീതിയിൽ കഞ്ചാവ് പിടിക്കുന്ന ഒരു സംഭവം ഉണ്ടായിരിക്കുന്നു. സംസ്ഥാനമൊട്ടാകെ ഈ ലഹരി മാഫിയയുമായി ബന്ധപ്പെട്ടുള്ള പരിശോധനകളടക്കം വലിയ രീതിയിൽ കർശനമായി മുന്നോട്ട് പോകുന്ന സമയത്താണ്, വിദ്യാർത്ഥികൾക്കിടയിലടക്കം ബോധവൽക്കരണ നടപടികൾ മുന്നോട്ട് പോകുന്ന സമയത്താണ് ഇത്തരത്തിൽ ക്യാമ്പസിലെ ഹോസ്റ്റലിൽ നിന്ന് ഇത്തരത്തിൽ വലിയ രീതിയിൽ കഞ്ചാവ് പിടിക്കുന്നതിലേക്ക് കാര്യങ്ങൾ എത്തിയത്. 2 കിലോ കഞ്ചാവാണ് 2 മുറികളിൽ നിന്നായി പിടികൂടിയത്. ഇതിൽ മറ്റ് 2 പേർ താമസിച്ചിരുന്ന, നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ആകാശും അതുപോലെ തന്നെ ആദിത്യനും അഭിരാജും താമസിച്ചിരുന്ന മുറിയിൽ നിന്നാണ് കുറഞ്ഞ അളവിൽ കഞ്ചാവ് പിടികൂടിയത്. അത് ഉപയോഗിക്കാൻ തക്കവണ്ണം അത് സൂക്ഷിച്ച കഞ്ചാവാണ് എന്നും അത് ഉപയോഗിക്കുന്ന പേപ്പറുകൾ അടക്കമുള്ളവയും ഈ ഒരു മുറിയിൽ നിന്ന് കണ്ടെടുത്തുകയും ചെയ്തിട്ടുണ്ട്. അഭിരാജാണ് SFI യൂണിറ്റ് ജനറൽ സെക്രട്ടറി അല്ലേ?
തീർച്ചയായും അഭിരാജാണ് യൂണിയൻ ജനറൽ സെക്രട്ടറി. SFIയുടെ പ്രവർത്തകനാണ് അഭിരാജ്. SFIയുടെ മറ്റേതെങ്കിലും സംഘടനാ ഭാരവാഹിത്യം അഭിരാജിന് ഇല്ല എന്നുള്ളതാണ് പറയുന്നത്. അഭിരാജ് ഇതുമായി ബന്ധപ്പെട്ട് പറയുന്ന വിശദീകരണം എന്ന് പറയുന്നത് പോലീസ് എത്തുന്ന സമയത്ത് താൻ ക്യാമ്പസിലായിരുന്നു, അതായത് ഇവിടെ കൊടിതോരണങ്ങൾ ഒരുക്കുന്ന തിരക്കിലായിരുന്നു, SFIയുടെ യൂണിറ്റ് സമ്മേളനം നടക്കാനിരിക്കുകയായിരുന്നു. ആ സമയത്ത് അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള ഒരുക്കങ്ങൾ, കൊടിതോരണങ്ങൾ ഒരുക്കുന്ന തിരക്കിലായിരുന്നു ഉണ്ടായിരുന്നത്. അതിനുശേഷമാണ് ഹോസ്റ്റലിൽ പരിശോധന നടക്കുന്നത്. ആ സമയത്ത് മുറിയിൽ നിന്ന് ഇത്തരത്തിൽ കഞ്ചാവ് കണ്ടെടുക്കുന്നു. അത് കരുതുക്കുട്ടി ആരോ കൊണ്ടുവച്ചതാണ് തുടങ്ങിയ കാര്യങ്ങളാണ് ഇത്തരത്തിൽ ശരി ആസിഫ്, ഈ പ്രതികരണങ്ങളിലൊക്കെ ഇനി വ്യക്തത വരണം. പോലീസ് അന്വേഷിക്കുന്നുണ്ടല്ലോ, അപ്പോൾ ഈ പറയുന്നതിലൊക്കെ എത്രത്തോളമാണ് വാസ്തവമുള്ളത് എന്ന കാര്യങ്ങളൊക്കെ ഇനി പുറത്തു വരട്ടെ.